SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണി, ഓ മോള് തോൽക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പഠിപ്പിക്കാതിരിക്കുക. അച്ഛാ, ഞാൻ പാസ്സായി. അങ്ങനെ നമ്മുടെ അമ്പാടിയും 10ാം ക്ലാസ് വിജയിച്ചിരിക്കുന്നു. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. ടെൻഷൻ എന്താണെന്ന് അറിയണ്ടേ? മാർക്ക് കുറഞ്ഞത് എന്റെ കൂടെ റീൽസ് എടുക്കാൻ വന്നതാണെന്ന് ഉരുട്ടി പെരട്ടിയ വീട്ടുകാർ എന്റെ മണ്ടയ്ക്ക് വെക്കും. അതാണ് മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഇവിടെ ഒരു ബൊക്കയും പൂമാലയും ഒന്നും കിട്ടിയില്ലേ എനിക്കൊരു സ്വീകരണം തരാൻ? ഞാനൊന്ന് ശ്രമിച്ചതാ സാർ, ആരും പിരിവ് വന്നില്ല. പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. അടുത്ത പ്ലാൻ എന്താണ് മിസ്റ്റർ ഇന്ദുചൂടൻ? അതോർക്കുമ്പോൾ ഒരു പുകയാ. വൈകി വന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ, കയ്യടി കിട്ടുള്ളൂ. എനിക്ക് പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ല. എങ്കിലും നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചത് കൊണ്ട് എന്താണ് അമ്പാടി പ്രശ്നം? ഒരു 3-4 A+ കൊണ്ട് വരുന്നതും സ്വപ്നം കണ്ടിരിക്കുമായിരുന്നു ഞാൻ. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയം തൊട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്പാടി എൻ്റെ മകനാണോ? അമ്പാടി എൻ്റെ മകനല്ല. ഈ ചോദിക്കുന്നവർക്ക് ഒരു ഊളയില്ല. കാരണം 10-26 വയസ്സുള്ള എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മകൻ എന്ന് നിങ്ങൾക്ക് ന്യായമായിട്ട് ചിന്തിച്ചൂടെ? 1, അമ്പാടി എൻ്റെ ചേട്ടൻ്റെ മകനാണ്. 2, അമ്പാടിയെ കാണുന്നില്ലല്ലോ, ആ പയ്യൻ എവിടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഈ പയ്യന് 10ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും കാണാഞ്ഞത്. ഇനി മുതൽ അമ്പാടിയും ആക്റ്റീവ് ആവും. ടെൻഷൻ പിടിച്ച പണി തന്നെട്ടാ. നിവർത്തിയുണ്ടെങ്കിൽ മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുകയും 10ൽ പരീക്ഷ എഴുതുകയും ചെയ്യരുത്. അച്ഛാ, ഞാൻ പാസ്സായി. അങ്ങനെ കിട്ടിയ സമയം കൊണ്ട് ഞാനൊരു 3-5 ദിവസത്തേക്കുള്ള വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. കാരണം പിന്നെ നിങ്ങളെയൊക്കെ ഒന്നിച്ച് ഒരു കോണി കിട്ടണേ ഭയങ്കര പാടാ. IAS ട്രൈ ചെയ്യാൻ പറയാറുണ്ട്. ഇല്ലടാ, IAS എന്തോന്നാ പറയാറുണ്ട്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇനി ജീവിതത്തിൽ അങ്ങോളം അമ്പാടിക്ക് വിജയങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല കണ്ടന്റുകളും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.